ഹായ്, വെൽക്കം ടു ജാസ്ട്രി മീഡിയ. ഞാനൊരു പുതിയ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത്. മൗണ്ട് ഫുജിയുടെയും കവാഗുച്ചിക്കോ ലേക്കിൻ്റെയും പനോരമിക് വ്യൂ കണ്ട ശേഷം റോപ്പ് വേയിലൂടെ, അതായത് കേബിൾ കാറിലൂടെ താഴേക്ക് വരുന്ന ദൃശ്യമാണ്. വളരെ ഭംഗിയുള്ളൊരു ദൃശ്യമാണ് ഈ പനോരമിക് വ്യൂ കാണാനായിട്ട്. മുകളിൽ നിന്നുള്ള കാഴ്ചയുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തവർ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. കേബിൾ കാറിലൂടെ താഴേക്ക് വരുമ്പോൾ ഈ കവാഗുച്ചിക്കോ ലേക്കിൻ്റെ ഒരു മനോഹരമായ കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 15.2 മീറ്റർ ആഴവും 19.8 കിലോമീറ്റർ നീളവും ഉണ്ടെന്ന് പറയുന്നു ഈ കവാഗുച്ചിക്കോ ലേക്കിന്. 2013 ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഒരു സ്ഥലമാണ് ഈ കവാഗുച്ചിക്കോ തടാകം. ടോക്കിയോയിൽ നിന്ന് ജപ്പാൻ റെയിലിൻ്റെ ട്രെയിൻ സർവീസ് ഉണ്ട് ഇവിടെ സന്ദർശിക്കാൻ വരുന്നവർക്ക് വേണ്ടി. അതുപോലെ കുറച്ചു ദൂരം നമുക്ക് ബസ്സിലും സഞ്ചരിക്കാനുമുണ്ട്. വളരെ ഭംഗിയുള്ള, കണ്ണിന് കുളിർമ നൽകുന്ന മറ്റ് അനേകം സ്ഥലങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം ജാസ്ട്രി മീഡിയ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. അപ്പോൾ വീണ്ടും കാണാമെന്ന് പറയുന്നു. ബൈ ബൈ. പിന്നെ ഒരു കാര്യം കൂടി, ജപ്പാനിൽ പോയ അനേകം വീഡിയോകൾ ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ മറ്റു വീഡിയോകളും കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ബൈ ബൈ.